കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ട സമയത്തെല്ലാം ഓരോ ആശമാരെയും കഷ്ടതകളും ഓരോ അസുഖം ബാധിച്ചവരും അവരെല്ലാവരെയും കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടമാണ്. വേതനത്തിനേക്കാൾ ഉപരി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അത് ഈ നമ്മുടെ ഭരണകൂടം കാണാത്തത് നമുക്ക് വളരെ സങ്കടമുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ഓഡിറ്റർ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് തെരുവിലിരിക്കുന്ന ഈ ഓരോ സ്ത്രീകളെ കഷ്ടതകൾ മനസ്സിലാക്കാൻ കഴിവില്ല എന്നാണ് എനിക്ക് ആ മേഡത്തിനോട് ചോദിക്കാനുള്ളത്. നമസ്കാരം. ആശാവർക്കർമാരുടെ സമരം ഓരോ ദിവസം കൂടുന്തോറും ശക്തി പ്രാപിച്ചു വരികയാണ്. ഇന്ന് 13-ാം ദിവസം പിന്നിടുകയാണ്. ഇവിടെ ഈ സമരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. എന്നാൽ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുത്തില്ല. ഇതിനു പിന്നാലെ ഇവർ ആശാവർക്കർമാർ പാട്ട് പാടിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്ത് ഇപ്പോൾ വന്നിരിക്കുകയാണ്. നിരവധി ഗാനങ്ങളാണ് ആശാവർക്കർമാർ നമ്മുടെ സർക്കാരിന് എതിരെയും അതുകൂടാതെ അവർ എടുക്കുന്ന നിലപാടുകൾക്ക് എതിരെയും അത്തരത്തിലൊരു കവിത രചിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് ആശാവർക്കർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതെ, ഞാൻ സ്വന്തമായി എഴുതിയുണ്ടാക്കിയ പാട്ടാണ്. എൻ്റെ സ്വന്തം വർണ്ണ ശൈലിയിൽ തന്നെയാണ് ഞാൻ പാടിയത്. ആശമാരുടെ ദുഃഖവും വേദനയും പൊതുസമൂഹം അറിയുന്നതിന് വേണ്ടി കൂടിയാണ് ഞാൻ ഈ വരികൾ എഴുതി തയ്യാറാക്കി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അതെ, ഇന്നലെ രാത്രിയാണ് ഇരുന്ന് എഴുതിയത്. കാരണം ഞാൻ ഇവിടെ വന്ന് കണ്ട സമയത്തെല്ലാം ഓരോ ആശമാരെയും കഷ്ടതകളും ഓരോ അസുഖം ബാധിച്ചവരും അവരെല്ലാവരെയും കണ്ടപ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടമാണ്. ആ സങ്കടത്തിൻ്റെ ഒരു പ്രതികാരമായ ഒരു ഇതാണ് ഈ സമരം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേതനത്തിനേക്കാൾ ഉപരി നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകൾ അത് ഈ നമ്മുടെ ഭരണകൂടം കാണാത്തത് നമുക്ക് വളരെ സങ്കടമുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് അവർ ഓഡിറ്റർ കെട്ടിടത്തിലാണ് താമസിക്കുന്നതാണ്. ഓഡിറ്റർ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് തെരുവിലിരിക്കുന്ന ഈ ഓരോ സ്ത്രീകളെ കഷ്ടതകൾ മനസ്സിലാക്കാൻ കഴിവില്ല എന്നാണ് എനിക്ക് ആ മേഡത്തിനോട് ചോദിക്കാനുള്ളത്. അത്രമാത്രം എനിക്ക് ആ മേഡത്തിനോട് ആ മേഡം ഇത്രയും അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഒന്ന് ഓർമ്മിക്കണം, നമ്മൾ അവരൊക്കൊപ്പം നിന്ന് അവർക്ക് ഇത്രയും അംഗീകാരങ്ങൾ നേടിക്കൊടുത്തവരാണെന്ന്. അതവരൊരിക്കലും മറക്കരുത്. ഈ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും അവർക്ക് പെട്ടെന്ന് തീരുമാനിക്കാനുള്ളൊരു മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പേര് ഷീജ. ഞാൻ ആനാവടി FHSലെ ആശാവർക്കറാണ്. ഞാൻ വാമനപുരം പഞ്ചായത്തിലെ ആനാവടി FHSലെ ആശാവർക്കറാണ്. ഞാൻ 17 വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ധീരരാം സഖാക്കളെ
തോക്കുകൊണ്ടുലാത്തിക്കൊണ്ട മർച്ച ചെയ്തിടാൻ ഭരണമേ വിവേകം ഇനിയും അന്യമോ നിനക്കു തോൽവി നിശ്ചയം നിശ്ചയം കള്ള സാക്ഷിയും കറുത്ത നീതിയും ആജ്ഞ തേടി നിന്നിടുന്ന സേനയും കള്ള സാക്ഷിയും കറുത്ത നീതിയും ആജ്ഞ തേടി നിന്നിടുന്ന സേനയും അക്രമങ്ങൾ എപ്പോഴും നടത്തിടുന്ന കൂട്ടരും അക്രമങ്ങൾ എപ്പോഴും നടത്തിടുന്ന കൂട്ടരും കൂടെയുള്ള ധൈര്യമോ നിനക്കു വിജയകേസരി കൂടെയുള്ള ധൈര്യമോ നിനക്കു വിജയകേസരി പോലു അച്ഛ ധീരരാം സഖാക്കളെ തോക്കുകൊണ്ടുലാത്തിക്കൊണ്ട മർച്ച ചെയ്തിടാൻ ഭരണമേ വിവേകം ഇനിയും അന്യമോ നിനക്കു തോൽവി നിശ്ചയം നിശ്ചയം ചരിത്രമേ ചരിത്രമേ ഉറക്കെന്നു പറയും ജനേച്ഛയാൽ തകർന്നു വീണ രാജഭരണ കഥകളും ചരിത്രമേ ചരിത്രമേ ഉറക്കെന്നു പറയും ജനേച്ഛയാൽ തകർന്നു വീണ രാജഭരണ കഥകളും കാലമിരുനിറത്തിലെഴുതിടുന്നതാമെഴുത്തുകൾ കാണുകില്ല എന്ന വാശിയോടെ നീരിക്കുകയിൽ കാലമിരുനിറത്തിലെഴുതിടുന്നതാമെഴുത്തുകൾ കാണുകില്ല എന്ന വാശിയോടെ നീരിക്കുകയിൽ ഇന്നു വീരതിലകമുള്ള വിജയരാജനാകിലും ഇന്നു വീരതിലകമുള്ള വിജയരാജനാകിലും നാളെ നാടുണർന്നിടുന്ന മാത്രയിൽ തകർന്നിടും നാളെ നാടുണർന്നിടുന്ന മാത്രയിൽ തകർന്നിടും സമരം സമരം ജീവിത സമരം ആശമാരാ പറയുന്നേ അടിമകളല്ല അടിയാളല്ല ഇനിമേൽ അടിമ നിങ്ങളുടെ ദൂർത്തിന് കൊള്ളയ്ക്ക് പണമുണ്ടല്ലോ ഖജനാവിൽ മതിയാക്കിനിയും മതിയാക്കും ഇപ്പം ഭീതി വിതച്ചപ്പോൾ ജീവൻ പോലും പണയം വെച്ച് ശമ്പള വർധനവില്ലാതെ അവകാശങ്ങൾ നേടാതെ ഈ സമരം തീരില്ല ശമ്പള വർധന എന്തായാലും നാണക്കേട് വീണക്കൊച്ചെ നാണക്കേട് എന്നിങ്ങനെയുള്ള നിരവധി വരികൾ എഴുതിക്കൊണ്ട് അവർ തന്നെ ട്യൂൺ ചെയ്തുകൊണ്ട് ഇവിടെ ഈ തെരുവിൽ അവർ നെഞ്ചു പൊട്ടിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ സമരം ശക്തമാക്കി തന്നെ രംഗത്ത് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും അവർ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് ആശാവർക്കർമാർ നമുക്ക് നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.